ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നല്ല നാടൻ ഉള്ളിവടയുടെ റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിനെ വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി കൈവച്ച് തന്നെ നന്നായിട്ട് അമർത്തി തിരുമ്മി കുഴച്ചെടുക്കുക. ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കൈവച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് കുഴച്ച് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇതാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലിപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാകും. ആ വെള്ളത്തിൽ കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് കൈകൊണ്ട് ഉരുട്ടിയിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ ഉള്ളിവടയുടെ പുറംഭാഗം പെട്ടെന്ന് കരിയുകയും എന്നാൽ ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ആദ്യം ഇട്ട് കൊടുത്ത ഉള്ളിവട നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഉള്ളിവടയെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളിവട കിട്ടിയിട്ടുള്ളത്. നിങ്ങളും ഈ റെസിപ്പി തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചായക്കടയിൽ നിന്ന് കിട്ടുന്നത് പോലെയുള്ള നല്ലൊരു ടേസ്റ്റിയായ ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.